Hello guys, welcome back to the channel. It's me Home Sapien. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ RCയിൽ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ കുറച്ച് കംഫർട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് RCയിലല്ല എല്ലാ ബൈക്സിലും ഈ ഒരു അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഓട്ടോലോഗ് ഡിസൈൻസിൻ്റെ ടാങ്ക് പാഡാണ്. ടാങ്ക് പാഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റിക്കർ മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ ടാങ്ക് പാഡെന്ന് പറയാനായിട്ട്. അത് നമുക്ക് പ്രത്യേകിച്ച് റൈഡിങ് കംഫർട്ടിൽ യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ നമ്മളെ ഈ ഒരു പോർഷൻ സ്ക്രാച്ച് ആവാണ്ടിരിക്കാൻ മാത്രമേ അത് യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഒരുപാട് പേര് വീഡിയോസ് കണ്ടിട്ട് എന്നോട് ചോദിച്ചതാണ് ഇവിടെ എന്താണ് ഒട്ടിച്ചിരിക്കുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു സ്റ്റിക്കറാണ്. ഈ ഒരു സെയിം ഡിസൈനിലാണ് ഓട്ടോലോഗിൻ്റെ ഒറിജിനൽ ഈ പറഞ്ഞ ടാങ്ക് പാഡ് വരുന്നത്. ടാങ്ക് പാഡ് 5 പീസായിട്ടാണ് വരുന്നത്. ഒന്ന് ഇന്നർ കിറ്റിൽ, ടാങ്കിൽ, പിന്നെ ഇവിടെ സെൻട്രലായിട്ട്, അങ്ങനെ ഇപ്പർ സൈഡും അതേപോലെ, അങ്ങനെ ടോട്ടൽ 5 പീസസ് ആയിട്ടാണ് വരുന്നത്. ഇത് ജസ്റ്റ് ആ ഒരു ഡിസൈനിൽ ഞാൻ ജസ്റ്റ് നോർമൽ സ്റ്റിക്കറാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് യൂസോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഓട്ടോലോഗിൻ്റെ ടാങ്ക് പാഡ് വരുമ്പോൾ അവിടെ ഒരു റബ്ബർ മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓട്ടിക്കുന്ന സമയത്ത് നമ്മുടെ 2 തൈസ് കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടുമ്പോൾ നമുക്ക് കയ്യിലധികം സ്ട്രെയിൻ വരത്തില്ല. അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ ഓട്ടോലോഗിൻ്റെ ടാങ്ക് പാഡ്സ് എന്ന് പറയുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ജസ്റ്റ് റബ്ബർ മെറ്റീരിയലാണ്, നല്ല ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന റബ്ബർ മെറ്റീരിയലാണ്. നമുക്കൊരു 3mm ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടിയിൽ സ്റ്റിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഉള്ള സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഒരുപാട് പേര് വണ്ടിയുടെ സ്റ്റോക്ക് സ്റ്റിക്കറിൻ്റെ മണ്ടേ കൂടെ ഇതെടുത്ത് ഒട്ടിക്കും. അതിനേക്കാളും കുറച്ചുകൂടി നമ്മളുള്ള എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. കൂടാതെ തന്നെ വണ്ടിയിൽ സ്റ്റിക്കർ ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നമ്മൾ വണ്ടിയിൽ എന്ത് തരം സ്റ്റിക്കർ ചെയ്താലും മാക്സിമം ഒരു 1 ഇയർ അല്ലെങ്കിൽ 8 months അത്രയും നമ്മൾ ആ സ്റ്റിക്കർ ലാസ്റ്റ് ചെയ്യുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് ഇളക്കിയിട്ട് ഒന്നും കൂടെ പുതിയത് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് സെനാരിയോയിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് നാളായ സ്റ്റിക്കർ ആകുമ്പോൾ ഉള്ള പ്രശ്നം, നമ്മൾ ഇളക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇളക്കാൻ. ഇത് കീറി പോകും. അതേപോലെ നമ്മളെ പെയിൻറ്റിൽ ഒരു പാടൊക്കെ വീഴും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഏത് സ്റ്റിക്കർ ആയാലും, ഇപ്പോൾ ഈവൻ ഞാനിവിടെ ഒട്ടിച്ചിരിക്കുന്ന ഗോപ്രോയുടെ സ്റ്റിക്കർ ആണെങ്കിൽ പോലും നമ്മളൊരു 1 വർഷത്തിലൊക്കെ കൂടുതലാകുമ്പോൾ അത് വെയിലും മഴയൊക്കെ അടിച്ചിട്ട് ഹാർഡായിട്ട് അതിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. അതേപോലെ നമുക്ക് ഇളക്കിയൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിലുള്ള സ്റ്റിക്കർ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. ഇളക്കിയെടുത്തിട്ട് നമുക്ക് പുതിയത് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ഈ സ്റ്റിക്കർ ചെയ്യുമ്പോൾ മാക്സിമം ഈ ഇന്നർ കിറ്റിൽ ഉള്ളിൽ ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. അപ്പം ഗൈസ്, നമ്മൾ ടാങ്ക് പാഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു സ്പിൻ എടുത്തായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത്
നമുക്ക് മെയിനായിട്ട് ഈ 2 തൈസിന് ഗ്രിപ്പ് കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. നമുക്ക് മാക്സിമം 2 തൈസിൽ ഗ്രിപ്പ് കിട്ടുമ്പോൾ നമുക്ക് കയ്യിലോട്ടുള്ള സ്ട്രെയിൻ കുറച്ച് കുറയും, നമുക്ക് കൈ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഇടാൻ പറ്റും. നമ്മൾ 2 തൈസ് ഇതിൽ ഗ്രിപ്പിൽ പിടിച്ചിരിക്കുമ്പോൾ. മറ്റേത് നമ്മളിവിടെ തൈസ് സ്ലിപ്പായി പോകുമ്പോൾ ഫുൾ പ്രഷർ നമ്മുടെ കയ്യിലായിരിക്കും വരുന്നത്. അപ്പോഴാണ് നമുക്ക് ഷോൾഡർ പെയിനും നമ്മളെ റിസ്റ്റ് പെയിനൊക്കെ വരുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ കുറയും ഈ ഒരു നല്ല ഗ്രിപ്പുള്ളത്. ഇപ്പോൾ ഓട്ടോലോഗിൻ്റെ തന്നെ മേടിക്കണമെന്നില്ല, ഓട്ടോലോഗാണ് മെയിൻലി ഇതേപോലുള്ള ഗ്രിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ 2 ടൈപ്പ് ഉണ്ട്, വെർഷൻ 1 വെർഷൻ 2. ഇത് വെർഷൻ 1 ആണ്. വെർഷൻ 2 ഉണ്ട്, ഞാൻ 2 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, ആമസോൺ ബൈയിങ് ലിങ്ക്. അപ്പോൾ ഇത് കൊള്ളാം, കാരണം ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഷോർട്ടായിട്ടുള്ളവർക്ക് ഈ ഒരു ഗ്രിപ്പ് പാഡ് മാത്രം മതിയാവും. ഇപ്പം എന്നെപ്പോലെ എനിക്ക് 173 സംതിങ് ആണ് എൻ്റെ ഹൈറ്റ്. അപ്പം എനിക്ക് ഇവിടെയും ഗ്രിപ്പ് വേണം, ഇവിടെയും ഗ്രിപ്പ് വേണം. എൻ്റെ മുട്ട് ഇത്രയും ഇന്നർ കിറ്റിൻ്റെ അതുവരെ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം വേണ്ടത്ര ഗ്രിപ്പ് കിട്ടും. നടുക്കുള്ളതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചാലും ടാങ്കിൽ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ആവത്തില്ല. മെയിനായിട്ട് നമുക്ക് പിടിച്ച് ഗ്രിപ്പിൽ ഇങ്ങനെ 2 തൈസ് നല്ല ഗ്രിപ്പിൽ ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും. പിന്നെ ഇത് ഞാൻ ഓട്ടിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഷോർട്ട്സോ അല്ലെങ്കിൽ ഇതേപോലുള്ള ട്രാക്ക് സൂട്ട് പോലെ കട്ടി കുറഞ്ഞ മെറ്റീരിയലാണ് നമ്മൾ ഇട്ടുകൊണ്ട് ഓട്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ പെയിന് വരാൻ ചാൻസ് ഉണ്ട്. മറ്റേതുപോലെ മിനുസമായിട്ടുള്ള പോർഷൻ അല്ല, കുറച്ച് ഗ്രിപ്പ് ഹാർഡായിട്ടുള്ളൊരു പോർഷൻ വരുമ്പോൾ. അപ്പം ജീൻസൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പം ഈ ഒരു ട്രാക്ക് സൂട്ട് ഇട്ട് ഓട്ടിച്ച് നോക്കി, അല്ലാണ്ട് ഒരു ജീൻസ് ഇട്ടിട്ടും ഒരു 35 കിലോമീറ്റേഴ്സോളം ഓട്ടിച്ച് നോക്കിയപ്പം മുന്നത്തേന്നും ചെറിയ രീതിയിലുള്ള നേരത്തെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഈ പറഞ്ഞ 1500 രൂപയ്ക്ക് വർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ നമുക്ക് വേറെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള മറ്റ് പ്രൊഡക്ട്സ് ഇല്ല. 1500 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ളൊരു ഗ്രിപ്പ് കിട്ടും. ഞാനൊരു 35 കിലോമീറ്ററോളം ഓട്ടിച്ചപ്പോൾ എനിക്ക് മുന്നോട്ടിക്കുന്നതെന്നും കയ്യിലെ പെയിനും കാര്യങ്ങളൊക്കെ കുറവുണ്ട്. നമുക്ക് മാക്സിമം 2 തൈസ് ഗ്രിപ്പായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെർഷൻ 1 ആണെങ്കിലും വെർഷൻ 2 ആണെങ്കിലും ചൂസ് ചെയ്യാം. കൂടാതെ തന്നെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് കറക്റ്റ് നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഉള്ള യൂസർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. മെയിനായിട്ട് നമുക്ക് ഒരു ലോങ് റൈഡ് ഒരു 100 കിലോമീറ്ററൊക്കെ പോകുമ്പോഴായിരിക്കും കറക്റ്റ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അറിയുന്നത്. അപ്പോൾ ഞാൻ ഒരു ഇവിടെ നിന്ന് ട്രിവാൻഡ്രം വരെ ഒരു 35 കിലോമീറ്റർ ഉണ്ട്. അതൊക്കെ ഓടിച്ചപ്പോൾ എനിക്ക് വലിയ രീതിയിലുള്ള ഒരു പെയിനോ കാര്യങ്ങളൊന്നും വന്നില്ല. എന്നാൽ ഒരു ചെറിയൊരു ഡിഫറൻസ്, ആ ഒരു ഗ്രിപ്പ് നല്ലൊരു പിടുത്തം, റബ്ബർ മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരു ഫ്രിക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം സ്റ്റേ ട്യൂൺഡ് ബൈ ഇറ്റ്സ് മീ ഹോമോ സൈബർ.